അപ്പൊ നമുക്കറിയാം നാളെയാണ് കെമിസ്ട്രിയുടെ എക്സാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് ഒരു 1 വീക്ക് സമയം കിട്ടിയത് കൊണ്ട് തന്നെ ഓവറോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നാളെ വരുന്ന എക്സാമിന് വരാൻ ഹാലോ ആൽക്കൈൻസ് ഹാലോ അറൈൻസിലെ ഇനി സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഷുവർ ആണ് ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ. നാളത്തെ എക്സാമിന് 100%, ഞാൻ ഉറപ്പ് പറയുന്നു, 100% ഞാൻ പറയുന്നു നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ക്ലാസ്. കാരണം നാളെയാണ് എക്സാം, നമുക്ക് സമയമില്ല വേസ്റ്റ് ചെയ്യാൻ കേട്ടാ. നമുക്ക് എങ്ങനെയാണ് ട്രിക്ക് ആയിട്ട് ഇനി ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകണ്ട. നാളത്തെ എക്സാം ആണ്. തൽക്കാലം ഇനി ഒരു ചെറിയ കോൺസെപ്റ്റ്, ഒരു എന്താ പറയാ, ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാളെ എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ആക്കി തരാം കേട്ടാ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാവുന്നത് ഏതാണ്, മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മക്കളെ, ഈ മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒന്നും പേര് നിങ്ങൾ പഠിക്കണ്ട. ആ പേരും കൂടെ നമുക്ക് ആവശ്യമില്ല. കാരണം നാളത്തെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആടാ, SN1 ഉം SN2 ഡിഫറൻസ് എഴുതാൻ. 2 ചോദിക്കാറുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കാം. മിനിമം 2 നമ്മുടെ എക്സാമിന് എഴുതാൻ ചോദിക്കും. ഇതിലൊരു 2 പോയിന്റ്, ഇതിലൊരു 2 പോയിന്റ് എഴുതാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഇതിലോട്ട് നടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് യൂണിമോളിക്കുലാർ SN1 ഉം ബൈമോളിക്കുലാർ SN2. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും SN1 ഉം SN2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് മാത്രമേ ചോദിക്കുള്ളൂ. എപ്പോഴും ഇതാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് കേട്ടോ. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആറ് നോക്കിയിട്ടുണ്ട്, അതിലൊക്കെ SN1 SN2 ആണ് ചോദിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. അപ്പൊ നിങ്ങൾ യൂണിക് മോളിക്കുലാർ ബൈമോളിക്കുലാർ എന്നുള്ള പേര് പഠിച്ചാലും കുഴപ്പമില്ല. SN1 SN2 തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് SN1, എന്താണ് SN2, ഒരു ചെറിയൊരു അറിവ് എന്തായാലും ഉണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമ്പിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല. എടാ, SN1 കേസിൽ ആക്ച്വലി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി. വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഹാലോജൻ പോയിട്ട് വേറൊരു ഹാലോജൻ വരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോർമലി ഒരു ഹാലോജൻ, ഒരു വീക്ക് ആയിട്ടുള്ള ഹാലോജൻ പോയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാലോജൻ വരുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഇലക്ട്രോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇലക്ട്രോൺ ലവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സിംപ്ലി നിങ്ങൾ ഇത്രയും പഠിച്ചാൽ നാളത്തെ എക്സാമിന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഒരു ഹാലോജൻ പോയിട്ട് വേറൊരു ഹാലോജൻ വരാം. ഇവിടെ പോകുന്നത് എപ്പോഴും നമുക്കറിയാം, വീക്ക് ആയിട്ടുള്ള ഒരാളാണ് അസ്തമിക്കുക, പിന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് വരിക. അപ്പൊ ഒരു വീക്ക് ആയിട്ടുള്ള ആൾ പോയിട്ട് വേറെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാലോജൻ വരുന്നതിനെയാണ് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ ടൈപ്പാണ് SN1 ഉം രണ്ടാമത്തെ ടൈപ്പാണ് SN2. അപ്പൊ SN1 പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് SN1 എങ്ങനെ കോൺസെപ്റ്റ് എങ്ങനെയാ, ഇത്ര വളരെ സിമ്പിളാ. ഒരു ഹലോജൻ പോയിട്ട് വേറൊരു ഹലോജൻ വരാം. ശ്രദ്ധിച്ചോട്ടാ, ഒരു ഹലോജൻ പോയിട്ട് വേറൊരു ഹലോജൻ വരാം. വീക്ക് ആയിട്ടുള്ള ഹലോജൻ പോയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഹലോജൻ വരും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ SN1 പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മൾ ഒരു ഹലോജൻ പൂർണ്ണമായി പോയതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു ഹലോജൻ വന്ന് അവിടെ അറ്റാക്ക് ചെയ്യുള്ളൂ, മീൻസ് വരികയുള്ളൂ, റീപ്ലേസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്നതിന് SN1 ആണ് പറയുന്നത്. അങ്ങനെ വരുന്നതിന്റെ മുന്നായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഒരു കാർബൺ ഫോം ചെയ്യുന്നതാണ്. ഒന്നുകൂടെ പറയാം, ഒരു ഹലോജൻ പോയിട്ട് വേറൊരു ഹലോജൻ വരുന്നതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതിൽ SN1 നിങ്ങൾ പഠിക്കേണ്ടത് എന്താ വെച്ചാല്, ഒറ്റയടിക്ക് ഒന്ന് പോയതിനു ശേഷമാണ് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ എടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പിലാണ് നടക്കുക. 2 സ്റ്റെപ്പിൽ നടക്കാൻ കാരണം ഇതാണ്, ഇതിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യടാ, ഒരു കാർബൺ ആറ്റം ഫോം ചെയ്യും. അതിനെ കാർബൺ കാറ്റയോൺ എന്നാണ് പറയാ. കാർബൺ കാറ്റയോൺ, ഒരു ഇന്റർമീഡിയറ്റ് കാർബൺ കാറ്റയോൺ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇതിൽ എഴുതേണ്ട ഒരു സാധനമാണ്, പോയിന്റിൽ എഴുതേണ്ട സാധനമാണ്. നമുക്ക് ഒറ്റയടിക്കൽ ഉണ്ടാവുന്നത് ആദ്യം ഇന്റർമീഡിയറ്റ് കാർബൺ കാറ്റയോൺ ഫോം ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ആ വീക്ക് സാധനം പോയിട്ട് അവിടെ എന്ത് വരിക, സ്ട്രോങ് ആയിട്ടുള്ള എന്ത് വരിക, ഹാലോജൻ വരിക. മനസ്സിലായ? അപ്പൊ ഇവിടെ നടക്കുന്നത് ഇതാ, ഫസ്റ്റ് പോയിന്റ് ഇതാ, ഫസ്റ്റ് പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ് നടക്കുക, 2 സ്റ്റെപ്പിലാണ് നടക്കുക. ലാസ്റ്റ് നമുക്ക് എഴുതാട്ടോ, ലാസ്റ്റ് സാർ എഴുതരാം. ഓക്കെ, അതാണ് നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസ് SN2 കേസ്. SN1 കേസ് പറഞ്ഞു 2 സ്റ്റെപ്പിലാണ് നടക്കുക, ഒരു ഇന്റർമീഡിയറ്റ് കാർബണാറ്റം ഫോം ചെയ്യും. നമുക്ക് 2 പോയിന്റ് വന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി SN2 കേസിൽ അങ്ങനെയല്ലടാ. SN2 കേസിൽ എങ്ങനെയാ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, നിങ്ങളുടെ വീട്ടില് കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക. ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാനാണ് സാർ ഇത് പറയുന്നത്. ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു. നമുക്ക് എന്ത് ചെയ്തു, ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തി തീരാറായി എന്ന് നമുക്ക് മനസ്സിലായി. ഒരു മെഴുകുതിരി കത്തി തീരാറായി എന്ന് മനസ്സിലായി. നമുക്കറിയാം, ഒരു മെഴുകുതിരി കത്തി തീർന്നു കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു മെഴുകുതിരി കത്തിക്കണം. എപ്പോ, കത്തി തീരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തോടാ, ഇതിപ്പോ ഏകദേശം ഇവിടെ ഇങ്ങനെ കത്തി തീരാറായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യടാ, വീണ്ടും ഒരു മെഴുകുതിരി എന്ത് ചെയ്യടാ, കത്തിക്കുകയാണ്.
അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വീക്കായിട്ടുള്ള ഈ ഹാലോജൻ എന്ത് ചെയ്യണം? കത്തി തീർന്ന് അവസാനിക്കുകയാണ്. അത് തീരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തോടാ? ഒരു വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെഴുകുതിരി നമ്മൾ എന്ത് ചെയ്തോടാ? കത്തിച്ചു വെച്ചു. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരെണ്ണം പൂർണ്ണമായി പോയതിന് ശേഷമല്ല നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്, അല്ലെ? ഒരെണ്ണം കത്തി തീരാൻ അവസാനിക്കാവുന്ന നേരത്താണ് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്ത ആലോചന വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താടാ? ഇവിടെ നടക്കുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പാണ്. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിട്ടില്ല, തീർന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പുതിയത് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ മനസ്സിലാക്കാം എന്താടാ? ഇവിടെ നടക്കുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പാണ്. ഏതില്? SN2-ൽ. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? മെഴുകുതിരിന്ന് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ സാർ. അപ്പൊ SN2-ൽ നമ്മൾ നടക്കുന്നത് എന്താടാ? സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. SN1-ൽ നടക്കുന്നത് എന്താടാ? 2 സ്റ്റെപ്പ് എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ തന്നെ ഓരോ പോയിന്റ് ആയി. പിന്നെ ഒന്നാമത്തെ SN1-ൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇന്റർമീഡിയറ്റ് കാർബൺ ആറ്റം ഫോം ചെയ്യും. അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്പ് നടക്കുക. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു സിംഗിൾ സ്റ്റെപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഇവിടെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്, കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. സിംപ്ലി ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ടെന്ന് മാർക്ക് ഔട്ടോ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 2 പോയിന്റാണ് എക്സാമിന് വേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം കേട്ടാ. അപ്പൊ നമുക്ക് തിയറി മതിയടാ. നമുക്ക് 2 സ്റ്റെപ്പ് കേട്ടാ. ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയണം. ഇവിടെ നടക്കുന്നത് എന്താണ്? 2 സ്റ്റെപ്പിലാണ് പ്രോസസ്സിങ്. 2 സ്റ്റെപ്പ് പ്രോസസ്സിംഗ് എഴുതിയാൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് മതി. അല്ലെങ്കിൽ പ്രോസസ് 2 സ്റ്റെപ്പ് പ്രോസസ് എഴുതിയാലും മതി. പ്രോസസ്സിംഗ് എഴുതിയില്ല, പ്രോസസ് എഴുതിയാലും മതിയടാ. 2 സ്റ്റെപ്പ് പ്രോസസ് കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ഇവിടെ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? സിംഗിൾ സ്റ്റെപ്പ്. എല്ലാരും എഴുതടാ. നാളത്തെ എക്സാമിന് ഓർക്കാനാടത്. ഇപ്പൊ പഠിച്ച നാളത്തെ എക്സാമിന് കൊണ്ട് എഴുതാം ഒന്ന്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ടാണ് നമ്മൾ പടക്കുന്നടാ. രണ്ടാമത്തെ പോയിന്റ് നമുക്കറിയാം. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഫോംഡ്. എല്ലാരും എഴുതടാ. ഒരു ഇന്റർമീഡിയറ്റ് ഒരു സാധനം ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നോ ഇന്റർമീഡിയറ്റ് ഫോംഡ്. നോ ഇന്റർമീഡിയറ്റ് ഫോം. എല്ലാരും എഴുതിക്കോട്ടോ. സാറിന്റെ അടുത്ത് നോക്കണം, നിങ്ങൾ എഴുതിക്കോ. നോ ഇന്റർമീഡിയറ്റ് ഫോംഡ്. എടാ, ഇവിടെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നതിന്റെ പേര് കാർബോകാറ്റയോൺ എന്നാണ്. മക്കളത് മറന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതിയാണ് ഇന്റർമീഡിയറ്റ് ഫോംഡ്. ബ്രാക്കറ്റിൽ കാർബോകാറ്റയോൺ ആണ്. സപ്പോസ് ഇത് മറന്നു, കാർബോകാറ്റയോൺ ഒന്നും എഴുതാൻ കിട്ടില്ല, കുഴപ്പമില്ലടാ. ഇന്റർമീഡിയറ്റ് ഫോം ഇടുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എഴുതാം. അപ്പുറത്ത് എന്ത് എഴുതാടാ? നോ ഇന്റർമീഡിയറ്റ് ഫോം എന്ന് എഴുതാം കേട്ടാ. 2 പോയിന്റാണ് എക്സാമിന് എഴുതാൻ ചോദിക്കുള്ളൂ. മൂന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് എഴുതാം. ഇവിടെ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. എന്റെ അമ്മോ, ഇതെങ്ങനെ എക്സാമിന് ഓർക്കും? റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. ഐഡിയ പറഞ്ഞാടാ. ഇവിടെ എന്താടാ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. ഒന്ന് റിട്ടൻഷനോടാ, ഒന്ന് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. എടാ, ഈ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാള് പോയ സ്ഥലത്ത് വേറൊരാള് പ്ലേസ് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി എന്താണെന്ന്, ഒരാൾ കത്തി തീർന്നതിന് മുന്നേ തന്നെ വേറൊരാൾ കയറി വരികയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നതാ? ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമിന് ഓർമ്മ വന്നില്ലെങ്കിൽ ആ പോയിന്റ് എഴുതണ്ട, പെറ്റും എഴുതാം. ഇപ്പൊ കിട്ടുന്നില്ല, റിട്ടൻഷൻ ഇൻവേർഷൻ എന്നുള്ള വേർഡ് കിട്ടുന്നില്ല, ലീവ്. കാരണം 2 പോയിന്റ് നിങ്ങൾ എഴുതണ്ടുള്ളൂ. 2 പോയിന്റ് എഴുതണ്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പോയിന്റ് എഴുതിയാൽ മൂന്നാമത്തെ പോയിന്റ് എളുപ്പമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ നമ്പർ എഴുതാം. എല്ലാവർക്കും ഡിസെൻഡിങ് ഓർഡറിൽ നമ്പർ എഴുതാനല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി 3 എന്നുള്ളതല്ലേ? ആദ്യം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഒരു നമ്പറിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ 3, 2, 1 അല്ലേ? അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാലോ 1, 2, 3 അല്ലെ? എല്ലാവർക്കും അറിയാം. അസെൻഡിങ് ഓർഡർ പറയാം, ഡിസെൻഡിങ് ഓർഡർ. ആദ്യം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം, പിന്നെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അത് ചുമ്മാ ഏറെ നമ്മളെ നേരക്കിടാം. ഇവിടെയും ചുമ്മാ ഏറെ നമ്മളെ നേരക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുവാടാ? ഇതിന്റെ ഓർഡർ കിട്ടും. എന്തിന്റെ? റിയാക്ടിവിറ്റിയുടെ ഓർഡർ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് എഴുതിയാണ് കേട്ടാ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി അല്ലെ? നമ്മളിത് നടക്കുക. ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമ്മൾ നടക്കുക എന്താണ്? പ്രൈമറി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, ടെർഷറി ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, പ്രൈമറി, സെക്കൻഡറി അല്ലെ? ആൽഫ കാർബൺ ഒരു ചെയിൻ ആണെങ്കിൽ പ്രൈമറി 2 എണ്ണാണ് കണക്ട് ചെയ്യും അല്ലെ? സെക്കൻഡറി 3 എണ്ണാണെങ്കിൽ ടെർഷറി അല്ലെ? അപ്പൊ ഒരുപാട് ടെർഷറി. അപ്പൊ അതിന്റെ കോൺസെപ്റ്റിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ വേണ്ട. നാളത്തെ എക്സാം തൽക്കാലം എന്തോടാ? 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിൽ പഠിക്കുക. 1, 2, 3 പഠിക്കുക. നമ്മുടെ നേരത്തെ ആരോസ് ഇടുക. ഇത് പറയാ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്നാ. സപ്പോസ് ഇത് ചിലപ്പോൾ മറന്നു പോയാലും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതി വെക്ക്. 3 > 2 > 0 മാർക്ക് കിട്ടും. 1 > 2 > 3 മാർക്ക് കിട്ടും. മനസ്സിലായി? അവർക്ക് മനസ്സിലാവും, മാർക്ക് കിട്ടും. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതാൻ പോയാലും മാർക്ക് കിട്ടും. പരമാവധി എഴുതാൻ പറ്റട്ടെ, എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. ഓക്കേടാ. അപ്പൊ ഡിഫറൻസ് 2 എഴുതണ്ടുള്ളൂ. എല്ലാവരും എഴുതോടാ. അത് 2 സ്റ്റെപ്പാണ്, സിംഗിൾ സ്റ്റെപ്പാണ്. അപ്പൊ തന്നെ എല്ലാവർക്കും പറയാം. ഇവിടെ ഇന്റർമീഡിയറ്റ് ഫോമിൽ നോ ഇന്റർമീഡിയറ്റ് 2 പോയിന്റ് മതി. എനി 2 4 എഴുതിയാ ചുമ്മാ എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് വരും. ഇപ്പൊ പ്രീവിയസ് ഇയറിലൊക്കെ 2 എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ 2 മതി. അതല്ല നിങ്ങൾക്ക് സന്തോഷമായിട്ട് 4 എഴുതണമെങ്കിൽ 4 എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടാ. കൂടുതൽ മാർക്കൊന്നും പ്രതീക്ഷിക്കണ്ട.
ഒരു 2 മാർക്കാണെങ്കിൽ 2 മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. മിക്കവാറും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ. ഓക്കെ മക്കളെ, ഇനി അടുത്ത നമ്മൾ സെക്ഷനിലോട്ട് പോടാം. സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കുറെ പേർക്ക് പഠിക്കാം, നാളത്തെ എക്സാം ആണ്, നാളെയാണ് എക്സാം. എല്ലാവരും വിചാരിക്കും സാറേ ഇതിന്റെ പേരൊക്കെ നീ പഠിച്ചില്ല. വേണ്ട, അതിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇവിടെയൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പഠിക്കാനില്ലടാ. സിംപിളി ഇത്രയോട്ടാ. അതായത് ഒരു ലൈറ്റ് സോഴ്സ്, നമുക്കറിയാം ഒരു ലൈറ്റ്, ഞാനിവിടെ കാണിക്കാം, സിമ്പിൾ ആയിട്ടാ പറഞ്ഞിട്ടാ. നിങ്ങൾ കാണാപാടൊന്നും പഠിക്കണ്ടടാ. നിങ്ങൾ ഒരു ലൈറ്റ് സോഴ്സ്, ഓക്കെ, ഇപ്പൊ ഇത് വരക്കണമെന്ന് പോലും ഇല്ല, നിങ്ങൾ ഇപ്പൊ വരക്കണമെന്ന് പോലും ഇല്ല, ഇത് കാണാതെ തന്നെ പഠിക്കും. കണ്ടോ, നിങ്ങൾ നോക്കണ്ടിക്കോ. ലൈറ്റ് സോഴ്സ്, സിംപിളി ഇതാണ് നമ്മളെ ലൈറ്റ് സോഴ്സ്. ഓക്കെ, ലൈറ്റ് സോഴ്സ്. ഈ ലൈറ്റ് സോഴ്സിനെ നമ്മൾ ഒരു പോളറൈസ്ഡ്, ഞാൻ ഇവിടെ ഒരു സാധനം കാണിക്കുകയാണ്, ഒരു ഷീറ്റ്. ആ ഷീറ്റിന്റെ പേരാണ് പോളറൈസിങ് ഫിൽട്ടർ എന്ന് പറയും. ഒരു ഫിൽട്ടർ, പോളറൈസിങ് ഫിൽട്ടർ, ഒരു ഫിൽട്ടർ ആണ്. എക്സാമിന് കാണാപാഠം പഠിക്കുന്നു മാത്രം ജസ്റ്റ് മനസ്സിലാക്കിയത്. സാധാ ലൈറ്റ് നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നും തിരിഞ്ഞിട്ടൊക്കെയാണ് പോവുക. എന്നാൽ ആ ലൈറ്റ് സോഴ്സിനെ ഒരു പോളറൈസിങ് ഫിൽട്ടറിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് എന്താവുന്ന വെച്ചാല് അതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആവും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ഒരു രൂപത്തിലോട്ട് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കും. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. എടാ ഈ പേരൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് എന്താ ബിൽഡ് ചെയ്താൽ മതി. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോമ്പൗണ്ടിലൂടെ കടത്തി വിട്ടാൽ, ഇപ്പൊ നമ്മൾ ഒരു പോളറൈസിങ് ഫിൽട്ടർ വെച്ചത് എന്ത് ചെയ്യാണ്, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചിന്നിച്ചിതറി പോകുന്ന ലൈറ്റിന് പകരം ഒരു സ്റ്റഡി ആയിട്ടുള്ളതാ, ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒരു പോളറൈസിംഗ് ഫിൽട്ടർ വെച്ചാൽ പിന്നെ കിട്ടുന്ന ലൈറ്റ് എന്തായിരിക്കും, ഒരു സ്റ്റഡി ആയിട്ടുള്ള ലൈറ്റ് ആവും നമുക്ക് കിട്ടാം. ആ സ്റ്റഡി ആയിട്ടുള്ള ലൈറ്റ് എന്തിനാണ് വെച്ചാൽ നമുക്കൊരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളമോ അല്ലെ പൊടികളോ എന്തോ ഒരു സാധനം, ആ കോമ്പൗണ്ടിലൂടെ നമ്മൾ കടത്തിവിടാം. ആ കോമ്പൗണ്ടിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തോടാ, ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്ന മിക്സ്ചർ, ആ കോമ്പൗണ്ടിലൂടെ ഞാൻ കടത്തിവിട്ട്. ഈ കോമ്പൗണ്ടിലൂടെ കടത്തിവിട്ടപ്പോ ഞാൻ ഇവിടെ ഒരു അനലൈസർ വെച്ചിട്ടുണ്ട്. അത് 2 കേസാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിലോട്ട്. ലെഫ്റ്റ് റൈറ്റ് ഇത് മാത്രമേ പഠിക്കണ്ടുള്ളൂ. ഒന്ന് ലെഫ്റ്റ് എന്ന് പഠിക്കണം. ഈ പറഞ്ഞതിൽ ആകെ പഠിക്കേണ്ടത് എന്ത് മാത്രമാണ്, ജസ്റ്റ് ഒരു ലെഫ്റ്റ് എന്ന് പഠിക്കണം, ഒരു റൈറ്റ് എന്ന് പഠിക്കണം. ഓക്കെ, ലെഫ്റ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാടാ, ലെഫ്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ല, മനസ്സിലായ? റൈറ്റ് നിങ്ങൾ പഠിക്കണ്ട, കാരണം റൈറ്റ് പഠിക്കുമ്പോൾ പ്രശ്നം വരും. ലെഫ്റ്റ് പഠിക്കുക. ലൈറ്റ് ലെഫ്റ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അനലൈസർ ലെഫ്റ്റിലോട്ടാണെങ്കിൽ എന്ത് പഠിക്കാം, ലീവോ ലെറ്ററേറ്റർ അല്ലെ, ലീവോ റൊട്ടേറ്ററി. ഞാനിവിടെ എഴുതാടാ, ഇതൊന്നും വേണ്ട, ലെഫ്റ്റിലോട്ട്. അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചോ, ലെഫ്റ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അനലൈസർ ലീവോ റൊട്ടേറ്ററി. എന്താടാ, ലീവോ റൊട്ടേറ്ററി. ശരിക്കും ഇത് മാത്രം പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞു. ലീവോ റൊട്ടേറ്ററി. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എൽഫോം എന്ന് വിളിക്കും. അപ്പൊ ഈ ലെറ്ററിൽ ഉണ്ടല്ലോ ലെഫ്റ്റ്, ലീവോ, എൽഫോം ഒക്കെ ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി ഇത് റൈറ്റ് സൈഡിലോട്ടാണ് ആ സൂചി മൂവ് ചെയ്യുന്നെങ്കിൽ, അനലൈസർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ലീവോ എന്ന് പകരം ഡെക്സ്ട്രോ എന്ന് വിളിക്കാം. ഡെക്സ്ട്രോ. അപ്പൊ ഓട്ടോമാറ്റിക് ഡിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് വിളിക്കാടാ, ഡി ഫോം എന്ന് വിളിക്കാം. ഡി ഫോം എവിടെക്കാടാ മൂവ് ചെയ്ത്, റൈറ്റിലോട്ടാണ് മൂവ് ചെയ്ത്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡി ഫോം എന്ന് വിളിക്കാം, ഡെക്സ്ട്രോ. അപ്പൊ എല്ലാരും പഠിച്ചു വെക്കുക, ലീവോ റൊട്ടേറ്ററി. ഓട്ടോമാറ്റിക്കലി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താക്കിയാൽ മതി, ഡെക്സ്ട്രോ, ദാറ്റ് ഈസ് ഡി ഫോം. 2 ഫോർമാറ്റിൽ എന്ത് ചെയ്യോടാ, ആ ഫ്ലിക്കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോടാം, ആ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോടാം. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ് സാറേ, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതാടാ, വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 ഫോമുകളും കൂടിയതിനെടാ നമ്മൾ എന്ത് പിടിക്കുന്നത്, എഴുതി വെച്ചോ, എല്ലാരും എഴുതിക്കോ, അത് എക്സാമിന് ചോദിക്കും, എഴുതിക്കോ. The D and L form of compound, the D and എഴുതിക്കോട്ടാ, the D and L form of compound, ഇത് മാത്രമാണ് അതിൽ പഠിച്ചു വെക്കേണ്ടുള്ളൂ. D and L form of compound is called എന്ന് വിളിക്കാം, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്.
ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം, ഇത് ഫിനോമിനെ വിളിക്കുന്ന പേരാ ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചു വെക്കുക. ഡിയും എൽ ഫോം ഓഫ് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്. അപ്പൊ എന്താണ് ഡി എന്താണ് എൽ എന്ന് എഴുതി വെക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ എൽ ഫോം എന്ന് വിളിക്കും. റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ അതിനെ ഡി ഫോം അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ഈ ഡിയും എല്ലും പഠിച്ചു വെച്ചാൽ മതി എക്സാമിന്. ഇത് ഓട്ടോമാറ്റിക് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എക്സാം കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്ത എന്താ, ഒരു പോളറൈസിംഗ് ഫിൽറ്ററിൽ കൂടെ വെക്കുമ്പോൾ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അതായത് നല്ല വൃത്തിയുള്ള ഒരു ലൈറ്റ് കിട്ടും, പരന്ന് പിടിക്കാത്ത ലൈറ്റ് കിട്ടും. ആ പരന്ന് പിടിക്കാത്ത ലൈറ്റിനെ ഒരു കോമ്പൗണ്ടിൽ കൂടെ നമ്മൾ കടത്തി വിടണം. അപ്പൊ ആ കോമ്പൗണ്ടിൽ കൂടെ കടത്തി വിട്ടാൽ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എൽ ഫോം ലീവോ റൊട്ടേറ്ററി, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നീഡിൽ റൈറ്റിലോട്ട് അനലൈസർ എന്ന് പറയുന്ന നീഡിലുണ്ട് ഇവിടെ കേട്ടോ. വലിയ പിക്ചർ ഒന്നും വരച്ചില്ല, കാരണം പിക്ചർ ഒന്നും എക്സാമിന് വന്നോളുന്നില്ല. റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ, ആ ഡി ഫോം ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഓക്കേടാ. അപ്പൊ ഈ ഫിനോമിനനെ, അതായത് ഡി ഫോം എൽ ഫോം കോമ്പൗണ്ടിന്റെ മൊത്തം ഫിനോമിനനെ വിളിക്കുന്ന പേരാടാ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് വിളിക്കും. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം. എല്ലാവരും നോട്ട് ചെയ്യുക. ചടപട നാളത്തെ എക്സാമിനാണ്. എക്സാമിന് വന്നു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ, എല്ലാവരും എഴുതണം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. പടപടാതിരി പോവാം. അടുത്ത ചിറാൽ ആൻഡ് അച്ചിറാൽ മോളിക്കൂൾ. പേര് കേൾക്കുമ്പോൾ ചിലവർക്ക് പേര് ചീറാല. നാളത്തെ എക്സാം ആണ് സാറ്. ചീറാൽ ആൻഡ് അച്ചിറാൽ മോളിക്കൂൾ. എടാ മക്കളെ, വളരെ ഈസി കോൺസെപ്റ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടടാ. എക്സാമിന് ചോദിക്കുന്നതിൽ ഒരു വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് വെറൈറ്റി. എടാ നോക്കാം. അപ്പൊ ചീറാൽ ആൻഡ് അച്ചിറാൽ മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആടാ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്, റൈറ്റ് ഹാൻഡും ഉണ്ട്. എന്റെ രണ്ട് ഹാൻഡുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെ, രണ്ട് ഹാൻഡുകളാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ഹാൻഡിന്റെ ശരിക്കും പറഞ്ഞ ഒരു മിറർ ഇമേജ് ആണ് ഇത്. അതായത് മിറർ ഇമേജ് വരുമ്പോൾ നേരെ ഉൾട്ടായി വരാം, നേരെ ഇങ്ങോട്ട് ഉൾട്ടടിക്കും. മനസ്സിലായി? ഈ തള്ളവരൽ എന്ത് ചെയ്യടാ, ഈ തള്ളവരൽ ഇങ്ങോട്ട് ഉൾട്ടടിക്കും. കാരണം നമ്മളോട് ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ മിറർ ഇമേജ് അങ്ങനെ വരാം, ഉൾട്ടടിക്കാൻ വയ്യ. പക്ഷെ ഈ രണ്ട് മിറർ ഇമേജുകൾ നമ്മൾ നോക്കി നോക്കിയാൽ ഇതിന്റെ മിറർ ഇമേജ് ആണ് ഇത്. ഇതിന്റെ മിറർ ഇമേജ് ആണ് ഇത്. അപ്പൊ നോർമൽ ആ കൈയും അതിന്റെ മിറർ ഇമേജും കൂടിയിട്ട് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്. അതായത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. സാറിന്റെ കൈ അങ്ങനെ ഒരുമിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാവും. ഇതെന്നെ നോർമൽ ലെഫ്റ്റ് ഹാൻഡ് ആടാ. ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താടാ, എന്റെ ഒരു തള്ളവരൽ ഇങ്ങോട്ട്, ഒരു തള്ളവരൽ അങ്ങോട്ടും അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഫോട്ടോ പോലെ തന്നെ എന്താണ് കറക്റ്റ് സൂപ്പർ ഇമ്പോസ് ആവുന്നില്ല. സൂപ്പർ ഇമ്പോസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചേർന്നിരിക്കുന്നില്ല എന്നുള്ള മീനിങ് ആണ്. രണ്ട് തള്ളവരൽ അങ്ങോട്ടും കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താടാ നോട്ട് ചെയ്തോടാ, ചിറാൽ. ഇങ്ങനെയുള്ള മിറർ ഇമേജിനെ വിളിക്കുന്ന പേരാണ് എന്താടാ, ചിറാൽ എന്നുള്ളത്. നോക്കിയൊക്കെ വേറൊരു എക്സാമ്പിൾ, രണ്ട് ഫ്ലാസ്ക്, രണ്ട് ഒരേപോലത്തെ ഫ്ലാസ്കുകൾ. നമുക്കറിയാം രണ്ട് ഒരേപോലത്തെ ഫ്ലാസ്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള രണ്ട് കുപ്പി ഗ്ലാസ് എടുത്താൽ മതി. ഒരേപോലത്തെ രണ്ട് കുപ്പി ഗ്ലാസ്, ഒരേ ഷേപ്പിലുള്ള നമ്മൾ ജ്യൂസിന്റെ ഗ്ലാസ് ഇല്ലേ, രണ്ട് ഗ്ലാസ്. അത് ഓട്ടോമാറ്റിക്കലി സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മിറർ ഇമേജ് എടുത്താൽ തന്നെ രണ്ട് സെയിം തന്നെയാണ്. അതിന്റെ മിറർ ഇമേജ് എടുത്താൽ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യൂടാ, സൂപ്പർ ഇമ്പോസ്ഡ്. അപ്പൊ അച്ചിറാൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പറ. അച്ചിറാൽ എന്ന് പറഞ്ഞാൽ എന്താടാ, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതാണ്, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സാമിന് ചോദിക്കോടാ എന്താണ് ചിറാൽ എന്താണ് അച്ചിറാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ എഴുതടാ, അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. സോ ഫസ്റ്റ് ചിറാലിന്റെ ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യോ, പെട്ടെന്ന് നോട്ട് ചെയ്യോ. സാർ ഇങ്ങനെ പറയട്ടെ, നീ എഴുതാൻ സമയമില്ല, ഡൗട്ട് ചെയ്തോ. എടാ ചിറാല് പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് ഈ ചിറാല് പറയാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ ക്ലാരിറ്റി ആവുള്ളടാ. എടാ ഞാനൊരു CH3 ഒരു കോമ്പൗണ്ട് എടുക്കാണ്, CH3 CH CH2 CH3. ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാമിന് നാളെ എഴുതാടാ, കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഹാലോജനെ തട്ടിക്കൊടുത്തു, ഒരു Cl തട്ടിക്കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, ഈ ഹാലോജൻ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇതാണ് ഒരു കാർബൺ അല്ലെ. ഇവിടെ നോക്കി നോക്കുക, ഈ കാർബൺ ആറ്റത്തിന്റെ H ആണല്ലോ ഇത്, ഈ H ആണല്ലോ ഇത്. ഈ Hനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാടാ, ഇവിടെ കൊണ്ടുപോയി തട്ടാലോ. ഈ H ആണ് നമ്മുടെ CH, ഇവിടെ H, ഇവിടെ എഴുതണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഈ കാർബൺ ആറ്റം സെൻട്രലുള്ള കാർബൺ ആറ്റം നോക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സീന്റെ അപ്പുറത്തുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താടാ, CH2 CH3 ആണ്. ഇവിടെ ഉള്ള എന്താടാ, Cl ആണ്. ഇവിടെ എന്താടാ, CH3 ആണ്. ഇവിടെ എന്താടാ, H ആണ്. നാലും എന്താടാ, നാലും വ്യത്യസ്തമായിട്ടുള്ളതാണ്, നാല് വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. അങ്ങനെ നാല് വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, കാരണം ഇത് സൂപ്പർ ഇമ്പോസ് ആവുന്നില്ലല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താടാ, ചിറാലിറ്റി അല്ലെങ്കിൽ ചിറാൽ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. എന്താണ് പേര്, ചിറാൽ മോളിക്യൂൾ. അപ്പൊ എല്ലാവരും ഒന്ന് ആൻസർ എഴുതോ, പെട്ടെന്ന് എഴുതോ. ഞാൻ പറയട്ടെ ഡെഫിനിഷൻ എഴുതിക്കോ. ഇഫ് ഓൾ 4 വാലൻസീസ് ഓഫ് എ കാർബൺ ആറ്റം. അപ്പൊ ഇത് വെച്ചിട്ട് വേണം എക്സാമിന് ഇതിന്റെ ചിറാലിന്റെ ഡെഫിനിഷൻ എഴുതാൻ. ചുമ്മാ എന്താ പറയാ, പാലും കുപ്പി വെള്ളം കുപ്പി എന്ന് പറഞ്ഞിട്ടൊന്നും എക്സാമിന് എഴുതാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റ് എഴുതി വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഒരു ഇത് വരച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യാം. എഴുതിക്കോ. ഇഫ് ഓൾ ദി എഴുതിക്കോട്ടെ, ഇഫ് ഓൾ ദി 4 valencies of carbon atom, 4 4 എന്നുള്ള 4 ഇട്ടാ, 4 valencies of carbon atom are satisfied by 4 different group. നിങ്ങളെ ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല. 4 different group. Such molecule simply such molecules are
നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ എഴുതിക്കോ, അല്ലെങ്കിൽ കനോട്ട് സൂപ്പർ ഇമ്പോസിബിൾ, നോട്ട് ഇമ്പോസിബിൾ അല്ലെങ്കിൽ കനോട്ട് സൂപ്പർ ഇമ്പോസിബിൾ. അങ്ങനെ ആവുമ്പോ എന്താ ചെയ്യാൻ പറ്റില്ല, അവര് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപോലെ കിട്ടൂല എന്നാണ്. കനോട്ട് സൂപ്പർ ഇമ്പോസിബിൾ ഈസ് കോൾഡ് ചിറാൽ മോളിക്യൂൾ, ഈസ് കോൾഡ് സൂപ്പർ ഇമ്പോസിബിൾ ടു ദെയർ മിറർ ഇമേജ്. അങ്ങനെ എഴുതിക്കോട്ടോ, സൂപ്പർ ഇമ്പോസിബിൾ ടു ദെയർ മിറർ ഇമേജ്, ടു ദെയർ മിറർ ഇമേജ് ഈസ് കോൾഡ് ചിറാൽ മോളിക്യൂൾ, ഈസ് കോൾഡ് ചിറാൽ മോളിക്യൂൾ. അപ്പൊ അച്ചിറാൽ എഴുതുന്നതിന് റിസ്ക് ഇല്ല. ദ മോളിക്യൂൾ വിച്ച് ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. ദ മോളിക്യൂൾ വിച്ച് ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ എന്ന് മാത്രം എഴുതിക്കോ, അച്ചിറാൽ മോളിക്യൂൾ. ദ മോളിക്യൂൾ വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ, നോട്ട് അല്ല, വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ബി സൂപ്പർ ഇമ്പോസിബിൾ, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഇമ്പോസിബിൾ ഈസ് കോൾഡ് അച്ചിറാൽ മോളിക്യൂൾ, ഈസ് കോൾഡ് അച്ചിറാൽ മോളിക്യൂൾ. ഓക്കേടാ, അത് മതിയടാ, അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട റസമിക് മിക്സ്ചർ ആണ്. വളരെ സിമ്പിൾ ആണ് റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചോ, എക്സാമിന് ചോദിക്കും. കാണാപാഠം പഠിക്കേണ്ട സാറ് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. റസമിക് മിക്സ്ചർ ഒക്കെ നാളത്തെ എക്സാമിന് എഴുതാൻ കേട്ടോ. വന്നു കഴിഞ്ഞു വാട്ട് ഈസ് റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മളിവിടെ ആഡ് ചെയ്യുന്ന എൽ ഫോമും ഡി ഫോമും ഇല്ലേ, ഈ എൽ ഫോമും ഡി ഫോമും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അതായത് നമുക്ക് ഒരു മിക്സ്ചർ, ആ മിക്സ്ചറിലെ കറക്റ്റ് എൽ ഫോമും അതേപോലത്തെ ഡി ഫോമും. അപ്പൊ എൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതാ. ഇവർ രണ്ടാലും ഈക്വൽ അളവിൽ എടുക്കുകയാണ്. അതായത് ഈ ഇവിടെയുള്ള എൽ ഫോമിനും ഡി ഫോമിനും മിക്സ്ചറിനെ ഈക്വൽ അളവിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 50-50 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 50+50% രണ്ടും എടുത്തൊരു പാത്രത്തിൽ ഇട്ടു. എന്നിട്ട് അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തോടാ, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്തു. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്തു അല്ലെ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഫ്ലിക്കറിംഗ്, അനലൈസറിന്റെ ഫ്ലിക്കറിംഗ് എങ്ങോട്ടാ പോവാ? ആ രണ്ടും 50-50 ആയ കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത മൂപ്പിന് ആ ഫ്ലിക്കറിംഗ് അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകില്ല, കാരണം 50-50 ആണ്. 50-50 ആണ് കോമ്പൗണ്ട് ഉള്ളത്. അപ്പൊ അത്തരം കോമ്പൗണ്ടുകളാണ്, അത്തരം മിക്സ്ചറുകളാണ് അങ്ങനെ എടുക്കുന്ന 50-50 മിക്സ്ചർ ഇല്ലേ, ദാറ്റ് ഈസ് എൽ ഫോം ആൻഡ് ഡി ഫോം. ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റസമിക് മിക്സ്ചർ എന്ന് എഴുതുക. അപ്പൊ ഡെഫിനിഷൻ എല്ലാവരും എഴുതിക്കേ. എ മിക്സ്ചർ കണ്ടെയ്നിങ് എല്ലാവരും എഴുതിക്കോട്ടെ, ഡെഫിനിഷൻ എഴുതിക്കോട്ടെ സാർ ബോർഡ്. എ മിക്സ്ചർ കണ്ടെയ്നിങ് ഡി ആൻഡ് എൽ ഫോം ഓഫ് കോമ്പൗണ്ട്, ഡി ആൻഡ് എൽ ഫോം ഓഫ് കോമ്പൗണ്ട് in equal proportion അല്ലെങ്കിൽ in equal അങ്ങനെ എന്തെങ്കിലും ക്വാണ്ടിറ്റി എഴുതിയാൽ മതി കേട്ടോ. in equal proportion has zero optical rotation and has zero optical rotation and has no optical rotation എഴുതിയാൽ മതി. സീറോ എന്ന് എഴുതാൻ കിട്ടില്ല. and has no optical rotation. such mixture is called racemic mixture. ഈ എക്സാമുകളിൽ പോയിട്ട് റസമിക് മിക്സ്ചർ എന്താന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഞാൻ പറയുന്ന ട്രിക്ക്, മിക്സർ ഉണ്ടല്ലോ, നിങ്ങളെ വീട്ടിൽ കഴിക്കുന്ന മിക്സർ ഉണ്ടല്ലോ, മിക്സറിൽ എന്തൊക്കെ ഉണ്ടാവും? കടലി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഒരു 50-50 കോമ്പോസിഷനാണ് അത് എടുക്കുന്നത്. ഓർക്ക, എല്ല് കടല, ആ പ്രകട സാധനം എന്താടാ മിക്സറാന്ന് വിചാരിച്ചോ. അപ്പൊ രണ്ടും ഒരു 50-50 കോമ്പോസിഷനിലാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം? ഒപ്റ്റിക്കൽ പോളറൈസറിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അനലൈസർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്ലിക്കറിംഗ് ഉണ്ടാവില്ല. നോ ഫ്ലിക്കറിംഗ് എന്തെങ്കിലും നിങ്ങളെ ഭാഷയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടോടാ? റസമിക് മിക്സ്ചറിന്റെ മാർക്ക് കിട്ടും കേട്ടാ. ആ മിക്സ്ചർ ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ എടാ, ഇനി അടുത്ത കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹാലോ അറൈൻസ്. എടാ ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി പഠിച്ച മക്കളെ നാളത്തെ എക്സാമിന് കാണുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആടാ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്തോ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടാ. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹാലോ അറൈൻസ്. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹാലോ അറൈൻസ്. ഇതിൽ ഞാൻ 8 ഇമ്പോർട്ടന്റ് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂടാ. ഇമ്പോർട്ടന്റ് ഉള്ളത് പറഞ്ഞാൽ നാളെ വരികയാണെങ്കിൽ വന്നിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ക്ലാസ് ഇപ്പൊ കേട്ടത് മതിയുടെ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് എഴുതാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് രാത്രി ഇരുന്നിട്ട് ഇനി പഠിക്കലൊന്നും ഇല്ലടാ, ഇത് കേൾക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഇരുന്ന് പഠിച്ചോ. അത് കഴിഞ്ഞിട്ട് നാളെ നേരെ എക്സാമുകളിൽ പോയിട്ട് എക്സാം എഴുതിക്കോട്ടാ. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹാലോ അറൈൻസ്. എടാ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആടാ. സത്യം പറഞ്ഞാൽ ഹാലോ അറൈൻസിന് വാട്ട് ഈസ് ഹാലോ അറൈൻസ്? എടാ ഒന്നുമില്ലടാ, ഹാലോ അറൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചതാടാ. എന്താടാ? ബെൻസീൻ റിംഗിന്റെ മേലിൽ ഹാലോജൻ വരുന്നതിനെയാണ് നമ്മൾ എക്സ്, ജനറലി എക്സ് അല്ലെങ്കിൽ Cl എന്ന് എടുത്തോ അല്ലെ, ക്ലോറിൻ ബ്രോമിൻ ആയിട്ട് എന്തോ ഒന്ന് സാധനം. എടാ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹാലോ അറൈൻസ് എന്ന് വിളിക്കുന്നത്. ഹാലോ അറൈൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഹാലോ അറൈൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഇല്ല എന്ന് പറയാൻ വേണമെങ്കിൽ ഇല്ല. അതായത് കെമിക്കൽ റിയാക്ഷൻ വളരെ കുറവാണ്.
വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോ. അറൈൽ ഹാലൈഡ്, ഈ അറൈൽ ഹാലൈഡ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഈ സാധനം ഹാലോ അറൈൻസ്, കൺഫ്യൂഷൻ വേണ്ട. അറൈൽ ഹാലൈഡും ഹാലോ ഹാലൈൻസും ഒക്കെ സെയിം ആണ് കേട്ടോ. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺ. എക്സാമിന് ചോദിക്കാം. ടോട്ടലി 4 റീസൺ ഒക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1, 2, 3 റീസണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്ക്. ഒന്നാമത്തെ റീസൺ, ഈ പേര് മാത്രം പഠിച്ചു വെച്ചാൽ നാളത്തെ എക്സാമിനടാ. ഒന്നാമത്തെ പോയിന്റ് ആടാ റെസണൻസ് എഫക്ട് എന്ന് പറയും. റെസണൻസ് എഫക്ട് കേട്ടാ, റെസണൻസ്. എഴുതിക്കോ. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതിയടാ. കൂടുതൽ ഇതിനെ ചിന്തിക്കാനൊന്നും തലമുണ്ടാക്കാനൊന്നും പോകണ്ട നാളത്തെ എക്സാം. ജസ്റ്റ് എന്താ റീസൺ? ഹാലോ അറൈൻസ്, ഹാലോ അറൈൻസിന് അറൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. അറൈൽ ഹാലൈഡ് കണക്ട് ചെയ്താ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. റിയാക്ഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ റിയാക്ഷൻ അധികം നടക്കൂല, കെമിക്കൽ റിയാക്ഷൻ അധികം നടക്കൂല. പക്ഷെ ഭയങ്കര ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ഇവിടെ നടക്കും. അതിന് എക്സാമിന്റെ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൻസീൻ എടുത്തിട്ട് ക്ലോറോ ബെൻസീൻ എടുത്ത് ഫീനോൾ ആക്കുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായി? നാളത്തെ എക്സാമിന് ആ ക്വസ്റ്റ്യൻ കാണണം കേട്ടോ. 2022 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് മോഡൽ എക്സാമിന്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വരും. 2023 ചോദിക്കാത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോ ബെൻസിനെ ഫീനോൾ ആക്കുന്ന പ്രോസസ് ഇവിടെ പറയാൻ പോവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഹൈലൈറ്റ് നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് പറഞ്ഞെങ്കിൽ ഇതൊന്ന് പഠിക്കണം. അത് ഏത് കണ്ടീഷനിലാണ് അങ്ങനെ ആക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസറും ആണ് കേട്ടോ. അപ്പൊ അതിനോട് മുന്നായിട്ട് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കോടാ, ഹാലോ അറൈൻസ് എന്തുകൊണ്ടാണ് അവിടെ ലെസ് റിയാക്റ്റീവ് ആയിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ അധികം നടക്കാത്തത് എന്ന് ചോദിക്കും. അതിന് ഒരു കാരണം എന്താടാ? റെസണൻസ് എഫക്ട് ആണ്. എന്താണ് റെസണൻസ് എഫക്ട് എന്നൊന്നും എക്സാമിന് ഇപ്പൊ ചോദിക്കാൻ പോകുന്നില്ല. റെസണൻസ് എഫക്റ്റും തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കുക നാളത്തെ എക്സാമിന് കേട്ടോ. രണ്ടാമത്തെ എന്താ വെച്ചാല് റിപ്പൽഷൻ കൂടുതലായിരിക്കും. എന്തിന്റെ? എളുപ്പമുള്ള നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് 4 ഉണ്ട്. ആദ്യം എളുപ്പമുള്ള 2 നിങ്ങൾക്ക് പറഞ്ഞേട്ടെ നാളത്തെ എക്സാമിന് എഴുതാൻ വേണ്ടിട്ട്. കാണാപ്പാടം എഴുതാനല്ലോ. സോ റിപ്പൽഷൻ ഉണ്ടാവും. എന്ത്? ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് അല്ലെ, ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ എന്നൊക്കെ ഇവിടെ കിട്ടും. ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ടാവും ന്യൂക്ലിയോഫൈൽ കേട്ടാ. ന്യൂക്ലിയോഫിലിക് ആൻഡ് ബെൻസീൻ. എടാ ഇത് ഭയങ്കര ബെൻസീൻ. എന്ത് ബെൻസീന്? ബെൻസീൻ എന്ത് റിച്ച് ആയിരിക്കും? ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ. ഇലക്ട്രോൺ ഇവർ തമ്മില്, അതായത് ബെൻസീനും ആ ന്യൂക്ലിയോഫൈലും വരുന്ന ബെൻസീൻ, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതി, ആ വരുന്ന ന്യൂക്ലിയോഫൈലും ബെൻസീനും തമ്മിൽ ഭയങ്കര റിപ്പൽഷൻ ഉണ്ടാവും. മനസ്സിലായോ? അതിന് നമ്മൾ പറയാ ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ എന്ന് പറയുന്നു. ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ കേട്ടോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ബെൻസീനും ന്യൂക്ലിയോഫൈലും തമ്മിൽ ഭയങ്കര റിപ്പൽഷൻ ഉണ്ടാവും എന്ന് പറയും. കെമിക്കൽ റിയാക്ഷൻ നടക്കൂല, ഭയങ്കര റിപ്പൽഷനാണ് നടക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 പോയിന്റെങ്കിലും എഴുതുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ എന്നാണ്. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. മൂന്നാമത്തെ പോയിന്റ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ. നാലാമത്തെ പോയിന്റ് വരുന്നത് sp2 ഹൈഡ്രൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട് ആണ്. അതൊന്നും ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ലീവ് ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ലോഡ് കടക്കാം. അത് മതി. 2 പോയിന്റുകൾ അറ്റ്ലീസ്റ്റ് ഓർത്ത് നോക്കാൻ നാളത്തെ എക്സാമിന് എഴുതാൻ പറ്റും നോക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോ മക്കളെ. എക്സാമിന് ഇത് ചാൻസ് ഉണ്ടടാ. എന്താ ക്വസ്റ്റ്യൻ വരിക അറിയാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഇരിക്കെ ഹൗ ടു കൺവേർട്ട്. ഇത് എഴുതിക്കോ, നാളത്തെ പേപ്പറിൽ ചിലപ്പോൾ കാണും. ഹൗ ടു കൺവേർട്ട് എല്ലാവരും എഴുതി. ക്ലോറോ ബെൻസീൻ ഇൻടു ഫീനോൾ. ക്ലോറോ ബെൻസീൻ ഇൻടു ഫീനോൾ. എല്ലാവരും എഴുതി മക്കളെ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിലെ. ഹൗ ടു കൺവേർട്ട് ക്ലോറോ ബെൻസീൻ ഇൻടു ഫീനോൾ. എല്ലാവർക്കും വളരെ ഈസിയാ. ക്ലോറോ ബെൻസീൻ ഒക്കെ എല്ലാവർക്കും പറക്കാൻ അറിയാം അല്ലെ. ഒരു Cl ഇട്ട ക്ലോറോ ബെൻസീൻ ആയി. ദാറ്റ് ഈസ് ക്ലോറോ ബെൻസീൻ. ഇതൊന്നും ആർക്കും പേടില്ലാത്ത കാര്യം. അതാണ് എക്സാമിന് വന്ന എല്ലാവർക്കും എഴുതാൻ പറ്റും കേട്ടോ. ക്ലോറോ ബെൻസീൻ. ക്ലോറോ ബെൻസീനെ നേരെ ഫീനോൾ ആക്കാന്ന് പറഞ്ഞാൽ നേരെ ആൻസർ എഴുതി വെക്കുക നിങ്ങൾ. എക്സാമ്പിളുള്ള ടെക്നിക്കലാണ് സാറ് പറയുന്നത്. OH വരുന്നതല്ലേ ഫീനോൾ, ആൽക്കഹോൾ, ഓള് അല്ലെ. ഫീനോൾ OH വരുമ്പോഴാണ് ഓള് വരിക അല്ലെ. അപ്പൊ ആൽക്കഹോൾ, ഫീനോൾ, ഇതാ നമുക്ക് ഫീനോൾ കിട്ടി. അപ്പോ ക്ലോറോ ബെൻസീനിൽ എങ്ങനെ ഫീനോൾ ഉണ്ടാക്കുക എന്ന ക്വസ്റ്റ്യനാണ് ഇപ്പൊ എഴുതി വെച്ചത്. ഒരു കണ്ടീഷനിലാണ് ഇത് ഉണ്ടാക്കുക. ഈ കണ്ടീഷൻ മാത്രമാണ് നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടല്ലോ. ക്ലോറോ ബെൻസീൻ ഇവിടെ ഉണ്ട്, ഫീനോൾ ഇവിടെ ഉണ്ട്, OH ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ള കുറച്ച് ആളുകളെ പഠിക്കണം. ഇടയിൽ എന്ന് പറഞ്ഞാൽ വലിയ ആളുകളൊന്നുമില്ല. നമുക്കറിയാലോ ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തത് എന്താ വെച്ചാൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ നമ്മളൊരു സ്പെഷ്യൽ കണ്ടീഷൻ ഫോം ചെയ്യണം. നല്ല സ്പെഷ്യൽ ആയിട്ട് ടെമ്പറേച്ചറും കാര്യങ്ങളും ATM ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടാ? ക്ലോറോ ബെൻസീനെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ആൽക്കഹോൾ ആക്കാൻ, ദാറ്റ് ഈസ് ഫീനോൾ ആക്കാൻ പറ്റും. അപ്പൊ നാളത്തെ എക്സാമിന് മറക്കേണ്ട കണ്ടീഷനാണ് പഠിക്കേണ്ടത്. എന്താണ്? ഒരു ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. എല്ലാവരും പഠിച്ചോ NaOH. ഇതിന്റെ കണ്ടീഷൻ ഇതാടാ 623 കെൽവിൻ 300 ATM കടച്ചു കഴിഞ്ഞാൽ ഒരു H+ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ക്ലോറോ ബെൻസീൻ എന്തായി മാറോടാ? ഫീനോളായി മാറും. നാളത്തെ എക്സാമിന് പഠിച്ചോ. NaOH ഒരു ബേസ്, NaOH 623 കെൽവിൻ പഠിക്കടാ. 623 23 ഒക്കെ കോമൺ ആയിട്ട് കേട്ട കോഡുകളാ. 623 ഒക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. 623 കെൽവിൻ. അതുപോലെ തന്നെ
300 ATM നമ്മൾ കിടക്കുന്നത് അറ്റ് H+ സപ്ലൈ ഇവിടെ കാണിക്കണം, മറക്കരുത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കേണ്ടതാണ്, അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് മാത്രമല്ലേ പഠിക്കണ്ടുള്ളൂ. NaOH പഠിക്കുക. NaOH 623K 300 ATM H+. നാളത്തെ എക്സാമിന് മറക്കൂല, നിങ്ങൾ എഴുതിയിരിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ കേട്ടോ. എടാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇനി ശ്രദ്ധിച്ചോ. കാരണം എക്സാമിന് ഇതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നാളത്തെ എക്സാമിന് നിങ്ങൾ ഇനി ഇവിടുന്ന് ഇരുന്ന് പഠിക്കുന്നു വേണ്ട, ഈ ക്ലാസ് കേൾക്കുന്നു, എക്സാമുകളിൽ പോയിട്ട് ആൻസർ ചെയ്യുന്നു. മനസ്സിലായ? ഇനി ഇരുന്ന് പഠിക്കുന്നൊന്നുമില്ല, ഈ ക്ലാസ് ഇപ്പൊ കേൾക്കുന്നു, അല്ലാണ്ട് നേരെ എടുത്തിട്ട് ഇനി കേൾക്കണമെന്നില്ല. ഇപ്പൊ കേൾക്കുന്നു, നേരെ എക്സാമുകളിൽ പോകുന്നു. ആ രീതിയിലാണ് സാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാണാപാഠം പഠിക്കേണ്ട ഒക്കെ ഇതിന് ട്രിക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് കുറെ ആൾക്കാരുടെ ഹാലോജിനേഷൻ എന്താ, നൈട്രേഷൻ എന്താ, ഈ ഹെഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ ഹെഡിങ്ങോ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല്, ഇവിടെ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആക്ച്വലി നടക്കുന്നത് ഒരു കാര്യം മാത്രം പഠിക്കുക. ഇത്രയേ ഉള്ളൂടാ. നമുക്കറിയാം ഒരു ക്ലോറോബെൻസീൻ അല്ലെ, ഒരു അല്ലെങ്കിൽ ഹാലോ അറൈൻസ്, ഒരു കോൺസെപ്റ്റ് ഹാലോ അറൈൻസ്. എടാ ഇവര് എവിടെയാണ് പോയി അറ്റാക്ക് ചെയ്യുക വെച്ചാല്, ഇവർ അറ്റാക്ക് ചെയ്യുക എപ്പോഴും 2 പൊസിഷനിലാണ്. ഓക്കെ, ഇവിടെ CL 2 പൊസിഷനിലാണ് അറ്റാക്ക് ചെയ്യുക. ഇത് മാത്രം നിങ്ങളൊന്ന് എക്സാമുകളിൽ ഓർമ്മ ഉണ്ടായാൽ മതി. ഒന്ന് ഓർത്തോലും അതുപോലെ തന്നെ എന്താടാ പാര. അപ്പൊ കുറെ പേര് സാർ ഇതാണ് പേര, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. മക്കളെ ഇതാണ് പേര, നേരെ ഉൾട്ടുള്ളതാണ് പേര, തൊട്ടടുത്തുള്ളതാണ് ഓർത്തോ. ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് മെറ്റ. അപ്പൊ മെറ്റ വേണ്ട നമുക്ക്. ഓർത്തോയിലും പാരയിലും മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് വന്നിട്ട് അറ്റാക്ക് ചെയ്യാം. കാരണം ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളത് അവിടെ വന്നിട്ട് ഇത് എന്ത് ചെയ്യടാ, ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അതായത് ഓർത്തോ പാരാ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. എന്ത് ഹാലോ ഗ്രൂപ്പുകൾ അവിടെ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുക എന്ന് മാത്രം നിങ്ങൾക്ക് ബേസ് ഉണ്ടായാൽ മതി. ഈ സാധനം പഠിക്കണം. എവിടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുക പറ മക്കളെ, എവിടെയാണ്? ഓർത്തോയിലും അതുപോലെ പാരയിലും. ഇത് മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് പഠിക്കണം. ടെക്നിക്കാണ് ബാക്കിയൊക്കെ. ഓക്കെ, ഒന്നാമത്തെ സെക്ഷനിലോട്ട് പോവാം. ഹാലോജിനേഷൻ. ഒന്നാമത്തെ സെക്ഷൻ ഹാലോജിനേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുമ്പോൾ എന്തുണ്ടാ, നമുക്കൊക്കെ ഒരു ബെൻസീൻ റിംഗ് ഇവിടെ കണ്ടു അല്ലേ? എല്ലായിടത്തും ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗ് വെച്ചിട്ടുള്ള കളികളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒരു ബെൻസീൻ റിംഗ് ആണ് ഇവിടെ ക്ലോറിൻ. അപ്പൊ ദാറ്റ് ഈസ് എല്ലാവർക്കും പറയാം, ഇതിന്റെ പേരെന്താ, വിളിപ്പേരെന്താണ്? ക്ലോറോ ബെൻസീൻ ആണ്. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യടാ, ഒരു Cl2 ആഡ് ചെയ്യാണ്. Cl2, വാട്ട് ഈസ് Cl2? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ് അല്ലെ? ഹാലോജൻ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? എല്ലാവർക്കും പറയാം ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ് അല്ലെ? ചുമ്മാ 2 ബെൻസീൻ റിംഗ് Cl വരക്ക പ്ലസ് 2 ബെൻസീൻ റിംഗ് അല്ലെ Cl വരക്ക. എല്ലാവർക്കും ഇതിന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? Cl2 ആണ്. Cl2 എവിടെയൊക്കെ വരുമോടാ? ഒരു Cl ഇവിടെ വരും. അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചോ. ഒരു Cl ഇവിടെ വരും, പിന്നെ ഒരു Cl എവിടെ വരുമോടാ? ഒന്ന് ഓർത്തോ പൊസിഷനിലും ഒന്ന് പാരാ പൊസിഷനിലും വരും. വളരെ സിമ്പിൾ. എന്ത് സിമ്പിൾ ആണ്! എക്സാമിന് ഇതേപോലെ എക്സാമിന് ചോദിക്കും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഓർത്തോയിലും പാരയിലും എഴുതിച്ച ആൻസർ ആയി. ഓക്കെ, രണ്ടാമത്തെ നൈട്രേഷൻ വരുമ്പോ എല്ലാവർക്കും അറിയണം. കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 അതൊക്കെ എല്ലാവർക്കും അറിയണം. നൈട്രിക് മിക്സ്ചർ എന്ന് പഠിക്കണം കേട്ടാ. മിക്സ്ചറുകൾ നൈട്രൈൽ മിക്സ്ചർ എന്നോ അങ്ങനെയൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ സിംപ്ലി നോക്കാം. നൈട്രേഷന്റെ കോൺസെപ്റ്റ് വന്ന പഴയ പോലെ തന്നെ നമ്മളൊക്കെ Cl തന്നെ, ക്ലോറോബെൻസീൻ തന്നെ കളികളൊക്കെ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രിക് മിക്സ്ചർ ഏതൊക്കെയാണ്? കോൺസെൻട്രേറ്റഡ് HNO3 ആടാ. ഇതെല്ലാരും അറിയേണ്ട ഒരു സാധനമാണ്. കോൺസെൻട്രേറ്റഡ് H2SO4 ആടാ. ഇവരെയാണ് നൈട്രിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഈ മിക്സ്ചർ പടച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്തുണ്ടാവുക, ഇവിടെ ഉള്ള NO3 NO2 അല്ലെ? നിങ്ങൾ ഓർക്കുക, NO3 നമുക്ക് NO2 എടുക്കാം. ഓക്കെ, ആ NO2 എവിടെ വരുന്ന വെച്ചാല് എവിടൊക്കെ വരും മക്കളെ? 2 ക്ലോറോബെൻസീൻ കിടക്കുക, 2 ക്ലോറോബെൻസീൻ കിടക്കുക. ഇതാണ് നമ്മളെ ജനറൽ 2 ക്ലോറോബെൻസീൻ. ഓക്കെ, ഇതിന്റെ ഇവിടെ ഒന്ന് ഓർത്തോ പൊസിഷനിൽ എന്ത് വരടാ? NO2 വരടാ. ഒന്ന് പാരാ പൊസിഷനിലും എന്ത് വരടാ? NO2 വരും. അപ്പൊ എവിടെക്കെടാ NO2 വരാ? ഓർത്തോ പൊസിഷനിലും ഇവിടെ NO2 ഉണ്ട് കേട്ടോ. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എന്ത് വരൂടാ? NO2 വരും. ഇതിന്റെ പേരാടാ നൈട്രിക് മിക്സ്ചർ എന്ന് പറയും കേട്ടാ. അതൊന്ന് ഓർത്ത് വെക്കാം. നൈട്രിക് മിക്സ്ചർ എന്നൊക്കെ വിളിക്കാം നിങ്ങൾക്ക് കേട്ടോ. അടുത്തതിലോട്ട് പോവാം. സൾഫോണേഷൻ. ഇതൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി. അതൊക്കെ എക്സാമിന് നൈട്രേഷൻ ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കൂട്ടാ സാധ്യത ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത സൾഫോണേഷൻ ഇതുപോലെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. Cl+. സൾഫോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രമാടാ. കോൺസെൻട്രേറ്റഡ് H2SO4 ആടാ. അപ്പൊ SO3H എന്നുള്ളത് പഠിച്ചു വെക്കുക എല്ലാവരും കേട്ടോ. ഒക്കെ ഓർത്തോ പേരയിലാണ് കിടക്കുന്നത്. SO3H എന്ന് പഠിച്ചു വെക്കുക എല്ലാവരും. പഠിച്ചു വെച്ചോ ഇതിന്റെ കേസ് കേട്ടോ. ഒക്കെ Cl ആണ് ഓർത്തോ പൊസിഷനിൽ. SO3H എല്ലാവരും പഠിച്ചു വെച്ചോ. SO3H കേട്ടാ. HSO3 അല്ലെങ്കിൽ SO3H എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. എപ്പോ ഓർത്തോ പേരയില പെടക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട.
അടുത്ത സെക്ഷനിലോട്ട് പോവാം. പടപടപടാ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ, നാളത്തെ എക്സാമിന് ചിലപ്പോൾ സാധ്യത ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ, വെരി ഇമ്പോർട്ടന്റ്, നാളത്തെ എക്സാമിന് സാധ്യത ഉണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ്. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇത് പ്രീവിയസ് ഇയറിൽ സാറ് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ നാളത്തെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. വളരെ 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 സിമ്പിൾ ആണ്. നാളത്തെ എക്സാമിന് നമ്മൾ ആൻസർ ചെയ്തിരിക്കും. അപ്പൊ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട മക്കളെ. എല്ലായിടത്തും ഈ ഇൻപുട്ട് നിങ്ങൾ പഠിക്കണ്ട, ഇത് നിങ്ങൾ പഠിക്കണ്ട. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സാധനമാണ്. ക്ലോറോ ബെൻസിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അതുപോലെ തന്നെ ഒരു ആൽക്കൈലേഷൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇതും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലടാ. CH3Cl. അപ്പൊ എന്തൊക്കെ കൂടിയതാണ്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പും. ശ്രദ്ധിച്ചോ, ഈ ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഒരു ഹലോജനും കൂടി ചേർന്നതാണ് അല്ലെ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ ഇത്. CH3 CH2 CH2 എന്തും വരാലോ. അതും ഒരു Cl എന്ന് പറഞ്ഞ ഹാലോജനാ. അപ്പൊ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഹാലോജനും കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ബെൻസീൻ റിംഗിന്റെ അല്ലെങ്കിൽ ക്ലോറോ ബെൻസീൻ ഒരു ആൽക്കൈൽ ആലേഴ്സ്. ഈ ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള ഒരു ആലോ അറൈൻസ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ബേസിക്കലി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, രണ്ട് ബെൻസീൻ റിങ്ങിനെ സെറ്റ് ആക്കി വെക്കാം. എപ്പോഴും എക്സാമിന് ആദ്യം Cl ഇത് സെറ്റ് ആക്കി വെക്കാം, ക്ലോറോ ബെൻസിനെ സെറ്റ് ആക്കി വെക്കാം. ഇനി എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. നമുക്കറിയാം Cl മൈനസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക, CH3 പ്ലസ് ആയിട്ടാണ് അല്ലെ. അപ്പൊ CH3 Cl മൈനസ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ ഈ CH3 എവിടെയൊക്കെ വരുന്ന വെച്ചാൽ നമുക്കറിയാം എപ്പോഴും എവിടെയൊക്കെ വരിക, ഇവിടെയും വരും, എവിടെയും വരുടാ CH3. ഒരു എക്സാമിന് ചോദിക്കോടാ. ഇതിന്റെ പേരും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പേര് പഠിച്ചു വെച്ചോ. നമുക്കറിയാം നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 അല്ലെ 3 ഇങ്ങനെ പോകും. സോ 1 ക്ലോറോ, എല്ലാവരും ഇതിന്റെ പേര് പഠിച്ചു വെച്ചോ. 1 ക്ലോറോ എന്താടാ, 1 ക്ലോറോ 2. രണ്ടിൽ എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ആണല്ലേ. 1 ക്ലോറോ 2 മീഥൈൽ എന്താ സാധനം? ബെൻസീൻ അല്ലെ. 2 മീഥൈൽ ബെൻസീൻ കറക്റ്റ് ആണ് കേട്ടോ. 2 മീഥൈൽ ബെൻസീൻ. ഇതിന്റെ പേര് നിങ്ങൾക്ക് എഴുതിക്കൂടെ? എന്താ പേര് എഴുതിക്കോ. 1 ക്ലോറോ 1 2 3 4 മീഥൈൽ ബെൻസീൻ, 4 മീഥൈൽ ബെൻസീൻ. അത് നിങ്ങൾ എഴുതിക്കോട്ടോ. സാറ് പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോ. പെടപെടപെടാ എല്ലാരും എഴുതിക്കൂടെ. പെടപെടപെടാച്ചിട്ട് എഴുതിക്കൂടെ. ഓക്കെ. അടുത്തയിലോട്ട് പോവാം. എടാ നമ്മൾ അടുത്തയിലോട്ട് പോവാടാ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പൊ അസൈലേഷൻ വരുമ്പോ മക്കളെ നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ അസൈലേഷൻ വരുമ്പോ ഇത്രയേ ഉള്ളൂടാ. ഇതേപോലെ ബെൻസീൻ റിങ് പഠിച്ചൂട് എല്ലാരും എഴുതിക്കൂടെ. നാളത്തെ എക്സാം സൂപ്പർ ആക്കണ്ടേ. Cl അല്ലെ, ക്ലോറോ ബെൻസീൻ Cl. ഇതിന്റെ കൂടെ ആര് ആഡ് ചെയ്യും? CH3, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ദാറ്റ് ഈസ് ആൽക്കൈൽ. അതിന്റെ കൂടെ COCl. ഈ CO എന്ന് പറയുന്ന അസൈലേഷന്റെ കോൺസെപ്റ്റ്. COCl. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ്. അങ്ങനെ സംഭവിക്കുമ്പോ ഇൻ ദി പ്രസൻസ് ഓഫ്, അതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടാ, അൺഹൈഡ്രസ് AlCl3 എന്താ, അൺഹൈഡ്രസ് AlCl3. ഇത് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ, നോട്ട് ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. CH3Cl. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക വെച്ചാ COCl അല്ലെ, COH3 ഏത് മക്കളെ? CO രണ്ട് ക്ലോറിൻ എന്താടാ, 2 ബെൻസീൻ റിങ് പെടക്കട്ടെ. ആദ്യം എല്ലാരും 2 ബെൻസീൻ റിങ് പെടക്കാം, ബാക്കി നമുക്ക് പെടക്കാം. 2 ബെൻസീൻ റിങ് പെടക്കാം. ഓക്കെ. അപ്പോ ഇനി ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. ആര് കട്ടായി പോകും പറ മക്കളെ. എടാ ഈ Cl എന്തായി മാറും? Cl മൈനസ് ആയിട്ട് പറന്നു പോയി എന്ന് വിചാരിച്ചോ. പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക? CH3CO. ഇവിടെ അതേ ആൻസർ കൊടുക്കടാ. നമുക്ക് CH3CO എന്നല്ല കൊടുക്കുമ്പോ നമുക്കറിയാം COCH3 എന്നാ കൊടുക്കുക അല്ലെ. COCH3 അല്ലെ. എല്ലാവരും COCH3 എന്ന് കൊടുക്കാം കേട്ടോ. COCH3 അല്ലെ. CH3 എപ്പോൾ ലാസ്റ്റ് അല്ലേ ഗ്രൂപ്പ് നമ്മൾ എഴുതാറ് അല്ലെ. COCH3. നേരത്തെ അതേ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ Cl മൈനസ് കട്ടായി പോയി. ദാറ്റ് ഈസ് CH3CO. ദാറ്റ് ഈസ് എഴുതുമ്പോ COCH3 ഓർത്തോയിലും കൊടുക്കുക, പാരയിൽ എന്ത് കൊടുക്കുക? COCH3 കൊടുക്കുക. നാളത്തെ എക്സാമിന് വരും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പാർട്ട് നിങ്ങൾ പഠിക്കേണ്ട, അത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. ഈ പേരൊന്നും മക്കളെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഭാഗം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ നിങ്ങൾ വേണ്ടുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്ലോറോ ബെൻസിൻ വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ ചാപ്റ്റർ എന്താ, ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹാലോ അറൈൻസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബെൻസിൻ റിങ്ങിന്റെ മുകളിൽ ഹാലോജൻ വരെ, ദാറ്റ് ഈസ് ഹാലോ അറൈൻസ്. അപ്പൊ ആ സെക്ഷൻ ആണെന്നൊക്കെ നിങ്ങൾ ഓർത്തെടുക്കാം. ഓക്കേടാ. അടുത്ത ലാസ്റ്റ് സെക്ഷൻ ആടാ മക്കളെ, നോക്കടാ. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്.
ഇത് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ് രണ്ടെണ്ണാടാ, ഒന്ന് ഫിറ്റിക് റിയാക്ഷനും ഒന്ന് ഊഡ്സ് ഫിറ്റിക് റിയാക്ഷനും. ഫിറ്റിക് റിയാക്ഷൻ പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഊഡ്സ് റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആലോ ആൽക്കൈൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഊഡ്സ് റിയാക്ഷൻ? നിങ്ങൾ ഓർക്കുന്നുണ്ട്? ചുമ്മാ ഊഡ്സ് റിയാക്ഷൻ എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതിൽ സാർ ഇതിന്റെ മുന്നേ 1 ഉം 2 ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. ഇവിടെ R-X രണ്ട് R-Xകൾ കമ്പൈൻ ചെയ്തിട്ട് 2 സോഡിയം ഓർമ്മണ്ട, ഈ 2Na എന്താവടാ 2NaX ആയി മാറും. ഈ ഹാലോജന്റെ പേരുകൾ 2NaX ആയിട്ട് പോയി കഴിഞ്ഞാൽ 2 RR റൂട്ട് ബിസ്ക്കറ്റ് പോലെ എന്തുണ്ടാവും, RR കിട്ടും അല്ലെ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഊഡ്സ് റിയാക്ഷൻ. ഫിറ്റിക്കൽ അല്ല, ഊഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. സെയിം കോൺസെപ്റ്റ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് പഴയ പോലെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് എപ്പോഴും എന്താടാ, ക്ലോറോബെൻസീൻ ആണ്. അതിൽ യാതൊരു മാറ്റമില്ല, ക്ലോറോബെൻസീൻ ആണ്. ഇവിടെ 2 സോഡിയത്തിന്റെ പ്രസൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ കിട്ടേണ്ടത് എന്താണ്? 2 ക്ലോറോബെൻസീൻ എടുക്കണം അല്ലെ. നമ്മൾ ഇവിടെ ഫിറ്റിക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ഊഡ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ 2 എണ്ണം എടുക്കണടാ, 2 ക്ലോറോബെൻസീകൾ എടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇവിടെ 2 സോഡിയം ക്ലോറിൻ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയെടുക്കും. Naയും Cl- അല്ലെ, Na+Cl കണ്ട അപ്പടക്കും എന്തായി മാറും? ഒരു ബൈ പ്രൊഡക്റ്റ് എന്തായി മാറൂടാ? 2 NaCl ആയി മാറും അല്ലെ. ഇവരെ എവിടെ കണ്ടാലും ഒരുമിക്കൂലേ? അത് ഇവരുടെ നേച്ചറാണ്. 2 NaCl ആയി മാറും. ഇനി എന്താ സംഭവിക്കുന്നത്? മെയിൻ പ്രൊഡക്റ്റ് എന്താണ്? ഇത് ബൈ പ്രൊഡക്റ്റ് ആണ്, വേണമെങ്കിൽ എഴുതിയാൽ മതി, ഒരു കാര്യമില്ല. ഓക്കെ, മെയിൻ പ്രൊഡക്റ്റ് അപ്പൊ എന്താ ഉണ്ടാവുക? 2 NaCl പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ബെൻസീൻ റിംഗ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഞാൻ ഇതടാ ഒരു ബെൻസീനെ ഞാൻ ഇങ്ങനെ വരച്ചു, ഒരു ബെൻസീൻ ഇതടാ, അടുത്തൊരു ബെൻസീൻ ഇവിടെ ഉണ്ടടാ മക്കളെ, ബെൻസീൻ ഉണ്ട്. ഈ ബെൻസീനുകൾ നമ്മൾ എന്താ കൂടാ, ഈ ബെൻസീനുകൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കൂട്ടിയിടിപ്പിച്ചാൽ മതി. ഇതാണ് മെയിൻ പ്രൊഡക്റ്റ്, ഇതാണ് എന്ത് ബൈ പ്രൊഡക്റ്റ്. ആ 2 ബെൻസീനുകൾ ജസ്റ്റ് എന്ത് ചെയ്യടാ, ഒരുമിച്ച് എന്ത് ചെയ്യടാ, മിംഗിൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. സോ എക്സാമിന് വരുവാടാ, ഫിറ്റിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, നിങ്ങൾ പഠിക്കണ്ട. അല്ലാണ്ട് പേര് കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തു പോകണ്ട. ജസ്റ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധി മാത്രം മതി മക്കളെ. ലാസ്റ്റ് വണ്ണടാ ഊഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. പഴയ പോലെ തന്നെ നമ്മൾ എന്താടാ, മെയിൻ ക്ലോറോബെൻസീൻ NaCl, അതിലൊന്നും മാറ്റില്ലടാ, Cl. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് 2 സോഡിയത്തിന്റെ പ്രസൻസിലാണ്, അതിലും മാറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു നമുക്ക് നേരത്തെ പഠിക്കും RX ഓർമ്മണ്ട. RX നമ്മൾ എവിടുന്ന എടുത്തത്? RX ഊഡ്സിൽ നമ്മൾ എടുത്തത്. ഊഡ്സ് റിയാക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് 2 RXകൾ നമ്മൾ എടുത്തത് അല്ലെ. 2 RX. വാട്ട് ഈസ് RX എന്ന് പറഞ്ഞാൽ ഹാലോ അല്ലെ, ഹാലോ ആൽക്കൈൻസുകൾ അല്ലെ. ഹാലോ ആൽക്കൈൻസ് ആണ് RX. അപ്പൊ 2 ഇവിടെ നമ്മൾ ഒരു ആൽക്കൈൽ ആലൈൻസ് എടുക്കാം, ഹാലോ ആൽക്കൈൻസ് എടുക്കാം. ദാറ്റ് ഈസ് R-X. Xന് ഞാൻ എന്ത് കൊടുക്കട്ടെ? Cl കൊടുക്കട്ടെ. X ഹാലോജനെ Cl ആക്കിക്കോട്ടെ. അപ്പൊ Cl ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടും അതേപോലെ തന്നെടാ, 2 Naയും Clകളും തമ്മിൽ കമ്പൈൻ ചെയ്യും. അപ്പൊ സാറേ ഇവിടെ ഒരു Cl ഉള്ളൂ. ഒരു Cl ഉള്ളൂ. ഒരു Cl ഇവിടുത്തെ പോവാടാ, ഇവിടുത്തെ പോവും. ഇവിടുന്ന് ഒരു Clനെ ആര് ഈ സോഡിയം വലിക്കും. ഇനി 2 സോഡിയം ഉണ്ടടാ, ഒരു സോഡിയം ഈ Clനെ വലിക്കും. അതുപോലെ തന്നെ ഒരു സോഡിയം ഇവിടെ മണ്ടമുള്ള ബെൻസിന്റെ മണ്ടമുള്ള Clനെ വലിക്കും. പിന്നെ ആര് പാവം? ആര് മാത്രം തനിച്ചാവും? പാവം R മാത്രം തനിച്ചാവും. അത് ആരെ കുളത്തിൽ കയറിക്കോളും? ബെൻസിന്റെ റിംഗും എന്ത് ചെയ്തോളും? കയറിക്കോളും. സോ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഓക്കേടാ, അപ്പൊ ഇത് 3ാമത്തെ പാർട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാർക്ക് ഒരു ലൈക്ക് നിങ്ങൾ തരണം. അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് ആദ്യമായിട്ടാണ് ഈ പാർട്ട് നിങ്ങൾ ഇന്ന് കണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ 2 പാർട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 പാർട്ട് നിങ്ങൾ വീഡിയോസിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നിങ്ങൾ കണ്ടോളാം കേട്ടോ. അപ്പൊ എന്താണ് സമയം കളയേണ്ടടാ, എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും നാളത്തെ എക്സാം അടിപൊളിയിൽ എഴുതട്ടെ, ഹാപ്പി ആയിട്ട് എക്സാം കിട്ടട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ എക്സാമിന് വരുള്ളൂ. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിക്കാം. സാർ ലാസ്റ്റ് സമയത്താണ് കുറച്ച് വീഡിയോസ് സാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് സമയമില്ല, കാരണം സാറ് പുറത്ത് ക്ലാസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം പാട് 2 കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത വർഷം വരുന്ന പുതിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ് എടുത്ത് കൊടുക്കണം. കുറെ കുട്ടികൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ സാറെ ഒരുപാട് പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഇന്ന് ക്ലാസ് വേറെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പഠിച്ചോളാം കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്.